50,000 ഫോളോവറുള്ള നമ്മളെ ചാനലിന് വെറും വ്യൂസ് കിട്ടുന്നത് 2000 3000. അതേപോലെ ചില വീഡിയോ ഓട്ടോറിക്ഷൻ്റെ ഒക്കെ വീഡിയോ ഇട്ടാൽ നമുക്കൊരു 29 30 39 വരെയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും 50,000 സബ്സ്ക്രൈബറുള്ള നമ്മളെ ചാനലിൽ ഇത്രയും വ്യൂസ് കുറവ് പറയുമ്പോൾ നമ്മുടെ ഫോളോവറായ എങ്ങൾക്കും കൂടെ ഉള്ളൊരു നാണക്കേടല്ലേ ഇത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ചാനൽ. അതേപോലെ ബെൽ ബട്ടണൊക്കെ അമർത്തിയാൽ നമ്മൾ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് ഓട്ടോറിക്ഷൻ്റെയും ബൈക്കിൻ്റെയും കാറുകളുടെ ഒക്കെ വീഡിയോസ് നമ്മളിതിൽ വരുന്നുണ്ട് സെല്ലിങ്ങിൻ്റെ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അറിയിച്ചോളി. അപ്പോൾ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ വണ്ടി വരുന്നത് ഒരു ഹോണ്ടൻ്റെ വണ്ടിയാണിത്. ഹോണ്ടൻ്റെ ഗ്രാസിയ എന്ന് പറഞ്ഞ വണ്ടിയാണ്. 2018 മോഡൽ നിൽക്കുന്ന ഗിയർലെസ് വണ്ടിയാണിത്. ഒരു സ്കൂട്ടി അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു കളറാണ്. ഒരു ബ്ലൂ ആൻഡ് ഗ്രേ കളറിൽ വരുന്ന വണ്ടിയാണിത്. നമ്മൾ 2016 മോഡലിന് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് 36 രൂപയാണ്. ആർക്കെങ്കിലും ഈ ഒരു മോഡൽ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. അതേപോലെ നമുക്ക് നമ്മുടെ ഹീറോ ആയ നമ്മുടെ ഗ്ലാമർ വണ്ടിയാണ് ഈ ഒരു കാണുന്നത്. റെഡ് ആൻഡ് ബ്ലാക്ക് കളറിൽ വരുന്ന 2016 മോഡൽ വണ്ടിയാണിത്. അത്യാവശ്യം കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഗ്ലാമർ. ചെക്കന്മാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. നല്ല അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണിത്. ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് 35 രൂപയാണ്. ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ജസ്റ്റ് ഒരു ചെറിയ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 20,000 രൂപയോളം അടവ് കിട്ടുന്ന വണ്ടിയാണ്. അതുകൂടാതെ നമ്മുടെ പൾസർ, ബജാജിൻ്റെ പൾസർ എല്ലാവരുടെയും ഹരമായിട്ടുള്ള വണ്ടിയാണ്. ചെക്കന്മാർക്ക് വേണ്ടി പ്രത്യേകം ഇറക്കിയിട്ടുള്ള 220 മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത്. ഒരു എക്സ്ട്രാ ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുനടന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. നല്ലൊരു വൈസറും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. 2013 മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടി 220 എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. 2 ഡിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ സമയത്ത് തന്നെ കമ്പനി കൊടുത്ത് അങ്ങനെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ 2013 മോഡലിലേക്ക് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത് 33 രൂപയാണ്. ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് നമ്മൾ അടവ് പ്രതീക്ഷിക്കേണ്ട. അത്യാവശ്യം ഒരു 10 വർഷമൊക്കെ മാക്സിമം വണ്ടികൾക്ക് അടവ് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് വണ്ടി വരുന്നത്. അടുത്തത് നമ്മുടെ ഒരു ഹീറോൻ്റെ ഗ്ലാമർ തന്നെയാണ്. നീലയും ബ്ലാക്കും കളറിൽ വരുന്ന വണ്ടിയാണിത്. 2016 മോഡൽ തന്നെയാണ്. KL54 നമ്മുടെ പൊന്നാനി രജിസ്ട്രേഷനിൽ വരുന്ന നല്ല അത്യാവശ്യം കാണാനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയാണ്. ടയറൊക്കെ അത്യാവശ്യം നമുക്ക് പറയാനുണ്ട്. ബാക്ക് ടയറൊക്കെ ഏകദേശം ഒരു 90% എബോ കട്ടുള്ള ടയർ തന്നെയാണ്. ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 36 രൂപയാണ്. ഇതിൽ നമുക്കൊരു 20,000 രൂപയോളം അടവും കിട്ടുന്ന വണ്ടിയാണ്. ജസ്റ്റ് ഒരു 16,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. നമ്മുടെ ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് വണ്ടിയാണിത്. TVSൻ്റെ ഒരു വണ്ടിയാണിത്. TVSൻ്റെ മാക്സ് 4R എന്ന് പറയുന്ന ഒരു സാധാരണ നോർമൽ യൂസിങ്ങിനൊക്കെ പറ്റിയ, നമ്മുടെ നാട്ടിലെ ഓട്ടങ്ങൾക്കൊക്കെ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. അത്യാവശ്യം പ്രായമായവർക്കും അതുപോലെ മൈലേജ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് പറ്റിയ ഒരു വണ്ടിയാണ്. TVS എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അങ്ങനെ ഇങ്ങനെയൊന്നും കംപ്ലൈൻറ്റ് വരാത്ത ഒരു കമ്പനിയാണ് TVS പൊതുവെയുള്ള നമ്മളൊരു അഭിപ്രായം. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ മോഡൽ എന്ന് പറഞ്ഞാൽ 2013 മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത്. ഇതിന് ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി ഇറക്കാം. ഇതിന് അടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ. വണ്ടിക്ക് ജസ്റ്റ് ഒരു 15,000 രൂപ, 16,000 ചോദിക്കുന്നത്. ഒരു 15 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാം. നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ്. കാണാനും കാര്യങ്ങൾക്കൊന്നും കുറ്റങ്ങളൊന്നും പറയാനില്ല. ടയറും അത്യാവശ്യമുള്ള വണ്ടി തന്നെയാണ്. നല്ല കട്ടുള്ള പുതിയ ഒരു 90 എബോ ടയറും ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിന്ന് ഇതുവരെ എത്തിയിട്ടുള്ളത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലും വണ്ടികളുടെ റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഡ് വണ്ടികൾ അറിയാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റായിട്ട് ഒന്ന് അറിയിച്ചാൽ നമ്മൾ ആ ഒരു വീഡിയോ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാവുന്നതാണ്. അതേപോലെ ഏതെങ്കിലും വണ്ടീൻ്റെ റിവ്യൂ ചെയ്യണമെങ്കിൽ അതൊന്ന് അറിയിക്കുക. അപ്പോൾ വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തൊട്ട് താഴെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് ചെയ്താൽ ഇതുപോലെ ആവശ്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആയിക്കോളും. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.